ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും സബും ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ രാവിലെ അതാ നമ്മൾ ചായക്ക് കടിയിൽ നിന്ന് അപ്പമാണ് കേട്ടോ. അപ്പവും കടലക്കറിയാണ്. അപ്പോൾ ഇതാ അരിയൊക്കെ ഞാൻ അരച്ചതാണ് ഇവിടെ അപ്പം ചുടുന്നുണ്ട്. അപ്പോൾ കടലക്കറിക്കുള്ളത് ചട്ടി വെച്ചതാ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കടല ഞാൻ ആദ്യം തന്നെ കുക്കറിലിട്ട് വേവിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിന് ശേഷമാണ് കേട്ടോ ഉള്ളി തക്കാളി ഒക്കെ വഴറ്റിയിട്ട് പിന്നെ കടലയ്ക്ക് ഇടുക ചെയ്യുന്നത്. അപ്പോൾ അതാ കുറച്ച് ഉള്ളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊന്ന് എണ്ണയൊക്കെ ഇട്ടിട്ട് നല്ല മാറ്റി കൊടുക്കുക. എന്നിട്ട് ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയും ഒക്കെ ഇട്ട് പൊടികളൊക്കെ ഇട്ടിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ അപ്പം അതാട്ടോ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലൊരു കലക്കി പാർന്ന അപ്പം ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ് കേട്ടോ, പിന്നെ ടേസ്റ്റുമാണ്. അപ്പോൾ നമ്മുടെ മലപ്പുറത്തൊക്കെ അധികം ആളുകൾ ഇതുപോലൊരു രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഈ ഒരു ഐറ്റംസ് കേട്ടോ അധികം ഉണ്ടാക്കുക. അതുപോലെ അതിക്ക് വല്ല ചിക്കൻ കറിയോ മീൻ കറിയോ മീൻ മുളകിട്ട കറിയാണെങ്കിൽ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഞാനെന്തായാലും ഇവിടെ നിന്ന് കടലക്കറിയാണ്. കടല കറി പോലെ ഉണ്ടാക്കുന്നില്ല കേട്ടോ, കുറച്ച് ചെറുതായിട്ടൊന്ന് വരട്ടിയ പോലെയാണ് കേട്ടോ, കുറച്ച് കറിയാക്കിയിട്ട്. അപ്പോൾ ഓവർ കറിയാക്കി വെച്ചാൽ തന്നെ ഇവിടെ ബാക്കിയാവുക ചെയ്യുക. പിന്നെ ആ കടലക്കറി ആരും എടുക്കാറുമില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വെറുതെ വേസ്റ്റ് ആകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് കറി തന്നെ വെക്കണമെന്ന് കേട്ടോ. അപ്പോൾ തേങ്ങയൊന്നും അരച്ചിട്ടില്ല. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ മസാലപ്പൊടികൾ ഞാൻ മല്ലിയും മുളക് മഞ്ഞളും കുറച്ച് ഒരു ഗരം മസാലപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വേറെ പൊടികൾ പറഞ്ഞാൽ മസാല ഒന്നും അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടില്ല. പിന്നെ നമ്മൾ ഉള്ളിയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വാട്ടിയിട്ട് അങ്ങനെ അങ്ങോട്ട് സെറ്റാക്കി എടുത്തുക്കണം. അപ്പോൾ ഈ ഒരു അപ്പത്തേക്ക് ഇത്രയും മതി കേട്ടോ. ഈ ഒരു കുഞ്ഞി കയ്യിൽ ഇത്രയും മതി കേട്ടോ ഒരാൾക്ക് കഴിക്കാൻ. അപ്പോൾ ഇവിടെ അങ്ങനെയാണ്, കറി അധികം ഒന്നും ഞാൻ വെക്കാറില്ല. അപ്പോൾ കുറച്ച് മതി കേട്ടോ കടിക്കൊക്കെ. അപ്പോൾ ഒരുപാട് അങ്ങനെ അങ്ങോട്ട് ഓവറായിട്ടൊന്നും രാവിലെ കഴിക്കൂല കേട്ടോ ആരും. അപ്പോൾ കുറേശ്ശെ അപ്പോൾ ഉള്ള പേരിന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടേ, കറി വേണ്ടേന്ന് വെച്ചിട്ട്. കറി ഉണ്ടാക്കിയാൽ അന്ന് ചിലപ്പോൾ ആവശ്യം ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ അന്ന് പ്രത്യേകം ചോദിക്കുകയും ചെയ്യും. അങ്ങനെ അപ്പം ചൂടിലൊക്കെ കഴിഞ്ഞപ്പോഴും മോന് ജിമ്മിന് പോയി വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ജിമ്മിന് പോയി വന്നപ്പോൾ കുറച്ച് പിന്നെ ഷെയ്ക്ക് അടിക്കാനാണ് അത്ര കേട്ടോ. പിന്നെ എന്തൊക്കെ കടലുണ്ട്, അണ്ടിപ്പരിപ്പുണ്ട്, അതുപോലെ ബദാം, ഈത്തപ്പഴം, റോബസ്റ്റ്, പാലും കേട്ടോ. അപ്പോൾ അവന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്താണ് കേട്ടോ. എനിക്ക് നിങ്ങളെ അപ്പൊന്നും വേണ്ട, ഇതാണ് രാവിലെ കഴിക്കേണ്ടത് പറഞ്ഞിട്ട് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്താണ് തന്നിക്കണത്. അപ്പോൾ പറയും ആകെ 10 രൂപേൻ്റെ അണ്ടിപ്പരിപ്പാണ്, അതിൽ ആകെ 5 എണ്ണേ ഉള്ളൂ, അതിന് കുറയരുതേന്ന് പറയും കേട്ടോ. അപ്പോൾ നമ്മളല്ലേ ആൾ. അപ്പോൾ മിക്സിക്ക് ഇങ്ങനെ ഇടുമ്പോൾ ഓരോന്ന് നമ്മളെടുത്ത് ടേസ്റ്റൊക്കെ നോക്കും. അങ്ങനെ ഓനുള്ള ഷെയ്ക്കൊക്കെ അടിച്ചു കൊടുത്ത് മക്കൾക്ക് കറി ചായയും കടിയൊക്കെ കൊടുത്ത് അവരെ അങ്ങോട്ട് പറഞ്ഞയച്ചതിന് ശേഷം നമ്മൾ ചോറും കറികളും ഉണ്ടാക്കാൻ കേട്ടോ. അപ്പോൾ ഇത് ഇന്നലത്തെ മീൻ കറീൻ്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്തേക്കാണ്. അപ്പോൾ മത്തി പുളിയിട്ടതായിരുന്നു, അത് പഴകും തോറും നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ കറിയൊക്കെ വറ്റിച്ചിട്ട് എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്കൊരു വെണ്ടയ്ക്ക സാമ്പാറാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് വെണ്ടയ്ക്കൊക്കെ ഒന്ന് വാട്ടി എടുക്കുകയാണ്. ആദ്യം വെണ്ടയ്ക്ക വാട്ടിയിട്ടാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ വെണ്ടയ്ക്ക വാട്ടാതെ നമ്മൾ കറി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കൊഴുപ്പ് ഇങ്ങനെ ഉണ്ടാവും കറിയിൽ. അത് എന്തോ ഒരു ഇഷ്ടമല്ലാത്ത പോലെ ഉണ്ട്. ഇവിടെ ആർക്കും അങ്ങനെ വാട്ടാതെ കറി വെക്കുന്നത് ഇഷ്ടമല്ല. ഇനിയിപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കട്ടെ. അതിന് ശേഷം നമുക്കേക്ക് ഉള്ളിയും തക്കാളിയും പരിപ്പും ഒക്കെ ഇട്ട് കൊടുക്കാണ്ട് കേട്ടോ. അപ്പോൾ മീനിൻ്റെ ഇത് വറ്റി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അതൊന്ന് മാറ്റി വയ്ക്കട്ടെ. അപ്പോൾ നമ്മുടെ കാക്കും അത് കളയാൻ അയക്കില്ല കേട്ടോ. എന്ത് ഭക്ഷണ സാധനം ഉണ്ടെങ്കിലും അത് വേസ്റ്റ് ആക്കണത് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ നാശമായതാണെങ്കിൽ കളയും കേട്ടോ. നാശമായിട്ടില്ലെങ്കിൽ അത് ചൂടാക്കി ഞാൻ റെഡിയാക്കി വെക്കും കേട്ടോ, കളയില്ല. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കൊക്കെ വാടി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് ഒരു തക്കാളിയും ഒരു പച്ചമുളകും ഒരു സവാളയും അരിഞ്ഞതിട്ട് കൊടുക്കുക. പിന്നെ ഇത് കുറച്ച് പരിപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു സാമ്പാർ കേട്ടോ. ഇതിനും തേങ്ങയൊന്നും അരക്കണില്ല, സിമ്പിളായിട്ട് പൊടികളൊക്കെ ഇട്ടിട്ടുള്ളൊരു സിമ്പിൾ സാമ്പാറാണ് കേട്ടോ. അപ്പോൾ ദോശക്കാണെങ്കിലും ഇഡ്ഡലിക്കാണെങ്കിലും ഇതുപോലെ കഷ്ണങ്ങളൊന്നും ഇല്ലെങ്കിലും 2 വെണ്ടയ്ക്ക ഉണ്ടെങ്കിലും നമുക്ക് ഇതുപോലൊരു സാമ്പാർ ചെയ്തെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ വെണ്ടയ്ക്ക ഇല്ലെങ്കിലും വേണ്ട, പരിപ്പും തക്കാളിയും ഉള്ളിയും പച്ചമുളകും മാത്രമായിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ മല്ലിപ്പൊടി കഴിഞ്ഞു കേട്ടോ, കലാശായി. ഇനിയിപ്പോൾ
പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ഒരു 10 രൂപേൻ്റെ സാമ്പാർ പൊടിയാട്ടോ വാങ്ങിച്ചത്. അപ്പോൾ ഞാനെന്നും ഈസ്റ്റൻ്റെ പൊടിയാണ് കേട്ടോ അധികം വാങ്ങൽ. അപ്പോൾ ഇന്ന് കടയിൽ പോയപ്പോൾ അത് കഴിഞ്ഞിരിക്കണം. അപ്പോൾ ഞാൻ തൽക്കാലത്തിന് ഒരു 10ൻ്റെ സാമ്പാർ പൊടി കൊടുത്തിട്ടോ. പക്ഷേ ആ സാമ്പാർ പൊടി കുഴപ്പമില്ല കേട്ടോ, നല്ല മണമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അതേ ചിക്കൻ മസാല ആണെങ്കിലും ഞാൻ ഈസ്റ്റൻ്റെ ആണ് ഉപയോഗിക്കുക. എനിക്കതാണ് ഇഷ്ടം. ഇവിടെ ആ ഒരു സ്മെല്ല് വേറൊരു രസമാണല്ലോ അല്ലേ. അപ്പോൾ ഇതാ പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക ചെയ്യുന്നത് കേട്ടോ. വെന്തതിന് ശേഷം കുറച്ച് പുളിയും കൂടെ ഒഴിച്ച് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇതാ കഷ്ണങ്ങളൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വാട്ടിയിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല രസമാണ് കേട്ടോ. മറ്റുള്ള കഷ്ണങ്ങൾ ഇട്ടാലും നല്ല രസമാണ് ഇങ്ങനെ വാട്ടിയിട്ട് സാമ്പാർ വെക്കുമ്പോൾ കേട്ടോ. അപ്പോൾ അധികം പേരൊന്നും അങ്ങനെ വാട്ടണത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് എനിക്കൊരു ഞങ്ങളെ നാട്ടിലത്തെ ഒരു അമ്മ പറഞ്ഞു തന്നതാണ് കേട്ടോ. അവർ ഇങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ പോകുന്ന ഒരാളാണ്. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞു തന്നതാണ് സാമ്പാർ വെക്കുമ്പോൾ കഷ്ണമൊക്കെ ഒന്ന് വാട്ടി വെക്കണമെങ്കിൽ നല്ല മണം രുചി കിട്ടും കേട്ടോ. അപ്പോൾ അന്ന് മുതൽ ഞാനെപ്പോഴും ഇങ്ങനെ സാമ്പാർ വെക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ വാട്ടിയിട്ടായിട്ട് വെക്കുക. അപ്പോൾ ഇതാ നമ്മുടെ സാമ്പാറൊക്കെ വെന്ത് വരുന്നുണ്ട്. ഞാനത് അപ്പുറത്തെ ഗ്യാസിക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് പൊരിക്കാനായിട്ട് ഇതാട്ടോ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ അതൊക്കെ ഒന്നെടുത്ത് മസാല തേച്ചതാട്ടോ ഒന്ന് പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ മോനാണ് കേട്ടോ വീഡിയോ പിടിച്ചു തരുന്നത്. അപ്പോൾ ഓനിങ്ങനെ ആട്ടി കളിച്ച് പോകണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്നുണ്ട് ആടാതെ എടുക്കുകയെന്ന് പറഞ്ഞിട്ട് ഓനോട് പറയാണ് കേട്ടോ. അപ്പോൾ അവന് ഇതെന്താ മീനാണോ, മീൻ പൊരിക്കുക അങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ മീനാണ്, കഷ്ണം മീനാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ ഒരു ചിക്കൻ്റെ വാസന ഉണ്ടല്ലോ, മണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവന് പെട്ടെന്ന് കിട്ടും കേട്ടോ. അടുക്കളയിൽ പൂച്ചയാണ്, ഞങ്ങളെ പൂച്ചയാണ് കേട്ടോ. ഞങ്ങളെ വീട്ടിൽ എന്തുണ്ടെങ്കിലും വേഗം മണം കിട്ടുന്ന ഒരാളാണ്. അങ്ങനെ ഇതാ നമ്മളെ ചിക്കൻ അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ലോണം പൊരിച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ കറി ഒന്ന് താളിപ്പ് ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. കറിവേപ്പിലയും കടുകും ഒക്കെ ഇട്ടിട്ട് സാമ്പാറൊന്ന് താളിച്ചെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ അടുക്കള ജോലി രാവിലെ തന്നെ ഒക്കെ കഴിഞ്ഞിരിക്കണം കേട്ടോ. ഇനിയിപ്പോൾ കുറേ അലക്കാനൊക്കെ ഉണ്ട്, പാത്രങ്ങൾ കഴുകാനുണ്ട്. കുക്കിങ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാവുമല്ലോ പാത്രങ്ങൾ. ഞാനിങ്ങനെ എടുക്കണ പാത്രം ഇങ്ങനെ അവിടെ വെക്കും കേട്ടോ. അപ്പോൾ പിന്നെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പാത്രം മോറാണ്ടും. ചില സമയത്ത് നല്ല മൂഡിലൊക്കെ ആണെങ്കിൽ വേഗം കഴുകിയിരിക്കും കേട്ടോ. ചിലപ്പോൾ ഇങ്ങനെ മടി വരുമ്പോൾ അങ്ങനെ ഇടും. അപ്പോൾ എപ്പോഴും ചിലവരെ വീഡിയോസൊക്കെ ഇങ്ങനെ കാണട്ടെ. ഞാൻ മടി കൂടാതെ ഇങ്ങനെ പണി ചെയ്യാം, മടിയില്ലാതെ എന്ത് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ വീഡിയോസ് ഇങ്ങനെ തമ്മിൽ കാണുമ്പോൾ ഇങ്ങനെ നോക്കൂട്ടോ ഞാൻ. പക്ഷേ അത് അങ്ങനെയൊക്കെ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ടാവും. പിറ്റേ ദിവസം എണീച്ച് അതുപോലെയൊക്കെ ചെയ്യണം ഒക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കട്ടെ. പക്ഷേ ഇവിടെ എന്നാലും നമുക്കൊരു മടിയാട്ടോ. അപ്പോൾ ഇതാ നമ്മളെ ചിക്കനൊക്കെ നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറിയും അവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ ഇതുപോലെ ചെയ്താൽ നല്ലൊരു രസമാണ്. ഇതെനിക്ക് താളിപ്പൊക്കെ ഉണ്ട് വേണ്ടത്. അപ്പോൾ ഇതാ കണ്ടില്ലേ അടുക്കളേൻ്റെ കോലം ചോറും കറിയും ഒക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇതാ സാമ്പാറും റെഡി ആയിട്ടുണ്ട്. കുറച്ച് തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും.